ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. പാർലമെന്റിൽ ബജറ്റ് സമ്മേളന നടപടികൾ പുരോഗമിക്കുന്നു. വയനാട് ദുരന്തബാധിതരുടെ വായ്പ എഴുതിത്തള്ളുകയാണ് വേണ്ടതെന്ന് ഹൈക്കോടതി കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു. വയനാട് ദുരന്തബാധിതർക്കുള്ള പുനരധിവാസ ടൌൺഷിപ്പിന്റെ ശിലാസ്ഥാപനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ നിർവഹിക്കും. സംസ്ഥാനത്ത് ഈ വർഷത്തെ എസ്എസ്എൽസി പരീക്ഷകൾ പൂർത്തിയായി. മൂല്യനിർണ്ണയം അടുത്ത മാസം 3 മുതൽ. സംസ്ഥാന യൂത്ത് ഐക്കൺ പുരസ്കാരങ്ങൾ ഇന്ന് വിതരണം ചെയ്യും. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. പാർലമെന്റിൽ ബജറ്റ് സമ്മേളന നടപടികൾ പുരോഗമിക്കുന്നു. ബാങ്കിംഗ് നിയമ ഭേദഗതി അടക്കമുള്ള ബില്ലുകൾ ഇന്ന് രാജ്യസഭ പരിഗണിക്കും. വിദ്യാഭ്യാസം, വനിത, ശിശുവികസനം, യുവജനകാര്യ വകുപ്പുകൾ സംബന്ധിച്ച് പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി റിപ്പോർട്ട് ഇന്ന് രാജ്യസഭയുടെ മേശപ്പുറത്ത് വയ്ക്കും. ത്രിഭുവൻ സഹകാരി യൂണിവേഴ്സിറ്റി ബിൽ 2025 ഇന്ന് ലോക്സഭയുടെ പരിഗണനയിൽ വരും. വയനാട് ദുരന്തബാധിതരുടെ വായ്പ എഴുതിത്തള്ളുകയാണ് വേണ്ടതെന്ന് ഹൈക്കോടതി കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു. വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി സ്വമേധയാ എടുത്ത കേസ് പരിഗണിക്കവെയാണ് ഡിവിഷൻ ബെഞ്ച് ഇക്കാര്യം നിർദ്ദേശിച്ചത്. വായ്പാ തുക പുതിയ വായ്പയായി കണക്കാക്കി 1 വർഷത്തെ മൊറട്ടോറിയം അനുവദിക്കണമെന്ന കേന്ദ്ര നിർദ്ദേശത്തോട് കോടതി യോജിച്ചില്ല. ഇക്കാര്യത്തിൽ സത്യവാങ്മൂലം സമർപ്പിക്കാനും ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചു. പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് വിവിധ വകുപ്പുകൾക്കുള്ള പണം ഈ മാസം 31-നകം കൈമാറണമെന്നും കോടതി ആവശ്യപ്പെട്ടു. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്കുള്ള പുനരധിവാസ ടൌൺഷിപ്പിന്റെ ശിലാസ്ഥാപനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ നിർവഹിക്കും. എൽസ്റ്റൺ എസ്റ്റേറ്റിലെ 64 ഹെക്ടർ ഭൂമിയിൽ 7 സെന്റ് വീതമുള്ള പ്ലോട്ടുകളിൽ ഒറ്റ നിലയായാണ് വീടുകൾ നിർമ്മിക്കുക. ഗുണഭോക്തൃ പട്ടികയിൽ പേര് ഉൾപ്പെടുത്തുന്നതിനുള്ള അപ്പീൽ അപേക്ഷ ഈ മാസം 30 വരെ സ്വീകരിക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്. 8 മാസത്തെ കാത്തിരിപ്പിനൊടുവിൽ ടൌൺഷിപ്പ് പ്രവർത്തനങ്ങൾക്ക് തുടക്കമാവുകയാണ്. 750 കോടി രൂപയാണ് പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി സർക്കാർ വകയിരുത്തിയിട്ടുള്ളത്. പുന്നപ്പുഴയിലെ ദുരന്താവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാനായി 195 കോടി രൂപയും വകയിരുത്തിയിട്ടുണ്ട്. കൽപ്പറ്റ ബൈപ്പാസിനോട് ചേർന്ന എൽസൺ എസ്റ്റേറ്റിലാണ് ദുരന്തബാധിതർക്കായി ടൌൺഷിപ്പ് നിർമ്മിക്കുന്നത്. നിയമപ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് കഴിഞ്ഞ ദിവസമാണ് സർക്കാർ ഈ ഭൂമി ഏറ്റെടുത്തത്. ഒന്നാം ഘട്ട ഗുണഭോക്തൃ പട്ടികയിൽ ഉൾപ്പെട്ട 242 ഗുണഭോക്താക്കളും സമ്മതപത്രം കൈമാറിയിട്ടുണ്ട്. 175 പേർ ടൌൺഷിപ്പിലെ വീടിനായും 67 പേർ സാമ്പത്തിക സഹായത്തിനുമായാണ് സമ്മതപത്രം കൈമാറിയത്. യാക്കോബായ സഭയുടെ പുതിയ അധിപനായി അഭിഷിക്തനായ ശ്രേഷ്ഠ ബസേലിയോസ് ജോസഫ് കാത്തോലിക്ക ബാവായെ സ്വീകരിക്കാൻ യാക്കോബായ സുറിയാനി സഭയുടെ ആസ്ഥാനമായ പാത്രിയാർക്ക സെന്ററിൽ ഒരുക്കങ്ങൾ ആരംഭിച്ചു. 30-ന് ഉച്ചയ്ക്ക് കൊച്ചിയിലെത്തുന്ന ശ്രേഷ്ഠ ബാവായെ സഭയിലെ മെത്രാപ്പൊലീത്തമാരും വൈദികരും വിശ്വാസികളും ചേർന്ന് സ്വീകരിക്കും. അനുമോദന സമ്മേളനം ഗവർണർ രാജേന്ദ്ര ആർലേക്കർ ഉദ്ഘാടനം ചെയ്യും. ഇന്നലെ ലെബനനിലാണ് സ്ഥാനാരോഹണ ചടങ്ങുകൾ നടന്നത്. സംസ്ഥാനത്തെ ഈ വർഷത്തെ എസ്എസ്എൽസി പരീക്ഷ പൂർത്തിയായി. 2ാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷ വൈകുന്നേരം 4:15-ന് അവസാനിക്കും. ഉത്തരക്കടലാസുകളുടെ മൂല്യനിർണ്ണയം അടുത്ത മാസം 3 മുതൽ ആരംഭിക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്. സംസ്ഥാനത്താകെ 2964 കേന്ദ്രങ്ങളിലും ലക്ഷദ്വീപിലെ 9 കേന്ദ്രങ്ങളിലും ഗൾഫ് മേഖലയിലെ 7 കേന്ദ്രങ്ങളിലുമായി 4,27,021 വിദ്യാർത്ഥികളാണ് റെഗുലർ വിഭാഗത്തിൽ ഇത്തവണ എസ്എസ്എൽസി പരീക്ഷ എഴുതിയത്. എസ്എസ്എൽസിയോടൊപ്പം ടിഎച്ച്എസ്എൽസി, എഎച്ച്എസ്എൽസി പരീക്ഷകളും ഇന്ന് അവസാനിച്ചു. 2ാം വർഷ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 4,44,693 വിദ്യാർത്ഥികളാണ് ഇത്തവണ പരീക്ഷ എഴുതിയത്. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷയും ഇന്ന് അവസാനിക്കും. സ്കൂളുകളിൽ സംഘർഷമുണ്ടാകുന്ന തരത്തിൽ ആഘോഷ പരിപാടികൾ പാടില്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സപ്ലൈകോയുടെ റംസാൻ ഫെയറുകൾക്ക് തുടക്കമായി. ഈ മാസം 30 വരെ നടക്കുന്ന ഫെയറുകളിൽ വിവിധ ഉൽപ്പന്നങ്ങൾക്ക് 40% വരെ വിലക്കുറവ് ഉണ്ടാകും. അടുത്ത മാസം 10-ന് വിഷു, ഈസ്റ്റർ ഫെയറുകൾ തുടങ്ങും. സഹകരണ മേഖലയിൽ നടക്കുന്ന നിക്ഷേപ സമാഹരണ യജ്ഞം അടുത്ത മാസം 3-ന് അവസാനിക്കും. ദേശസാൽകൃത ഇതര ബാങ്കുകളെക്കാളും കൂടുതൽ പലിശ സഹകരണ ബാങ്കുകളിലെ നിക്ഷേപകർക്ക് ലഭ്യമാക്കും വിധമാണ് നിക്ഷേപ സമാഹരണത്തിൽ പലിശ നിരക്ക് ക്രമീകരിച്ചിരിക്കുന്നത്. പ്രാഥമിക സഹകരണ സംഘങ്ങളിലെ സ്ഥിര നിക്ഷേപ പലിശ നിരക്കിലാണ് മാറ്റം വരുത്തിയിരിക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. കേരള
സംസ്ഥാന യുവജന കമ്മീഷന്റെ യൂത്ത് ഐക്കൺ യുവ പ്രതിഭാ പുരസ്കാരങ്ങൾ ഇന്ന് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ മന്ത്രി കെ എൻ ബാലഗോപാൽ വിതരണം ചെയ്യും. നിഖില വിമൽ, ബിനിൽ പോൾ, സജന സജീവൻ, ശ്രീവിദ്യ എം, ദേവൻ ചന്ദ്രശേഖരൻ, റോഷി പാൽ എന്നിവരാണ് യൂത്ത് ഐക്കൺ പുരസ്കാര ജേതാക്കൾ. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് വനം വകുപ്പ് സംഘടിപ്പിച്ച ഗോത്രഭേരി സെമിനാർ ശ്രദ്ധേയമായി. ആദിവാസി ഉന്നതികളിൽ താമസിക്കുന്നവരുടെ കാട്ടറിവുകൾ തേടിയാണ് വനം വകുപ്പ് പരിപാടി സംഘടിപ്പിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന് വനംവകുപ്പ് നടപ്പാക്കുന്ന 10 മിഷനുകളിലൊന്നായ മിഷൻ ട്രൈബൽ നോളജിന്റെ ഭാഗമായാണ് ഗോത്രഫേരി എന്ന പേരിൽ സെമിനാർ സംഘടിപ്പിച്ചത്. കോട്ടയം, ഇടുക്കി വന്യജീവി ഡിവിഷനുകളിലെ ജനങ്ങളെ പങ്കെടുപ്പിച്ച് വനം ഗവേഷണ ഇൻസ്റ്റിറ്റ്യൂട്ട്, ട്രൈബൽ വകുപ്പ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലായിരുന്നു പരിപാടി. ഇടുക്കി വന്യജീവി സങ്കേതം ഉൾപ്പെടുന്ന 3 ഫോറസ്റ്റ് റേഞ്ച് ഓഫീസ് പരിധിക്കുള്ളിലെ 25ഓളം ആദിവാസി ഉന്നതികളിൽ നിന്നുള്ളവർ പരിപാടിയിൽ പങ്കെടുത്തു. വന്യമൃഗങ്ങളെ പ്രതിരോധിക്കുന്നതിനായി സ്വീകരിക്കുന്ന പരമ്പരാഗത രീതികളും അറിവും അനുഭവ സമ്പത്തും പങ്കുവച്ചു. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇന്നും നാളെയും കനത്ത മഴയ്ക്ക് സാധ്യത. ശക്തമായ മിന്നലിനും സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മഴ സാധ്യതയ്ക്കൊപ്പം കേരളത്തിൽ ഉയർന്ന താപനിലയും തുടരുകയാണ്. വേനൽ മഴ കുട്ടനാട്ടിൽ നെൽകർഷകരെ ആശങ്കയിലാക്കി. കൊയ്ത്തും നെല്ല് സംഭരണവും പുരോഗമിക്കുമ്പോഴാണ് വില്ലനായി മഴ വരുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ. മഴ മാറി നിന്ന് സമയം നോക്കി കൊയ്ത്ത് പൂർത്തിയാക്കാനും നെല്ലുണക്കാനും കർഷകർ നടത്തുന്ന ശ്രമം പരാജയപ്പെടുകയാണ്. ഇടയ്ക്കിടെ പെയ്യുന്ന വേനൽമഴ കർഷകർക്ക് ദുരിതമഴയാകുന്നു. പല പാടശേഖരങ്ങളിലും വെള്ളക്കെട്ടുണ്ട്. കൊയ്ത്ത് യന്ത്രങ്ങൾ ഈ വെള്ളക്കെട്ടിൽ താഴുമോ എന്ന ഭയത്തിലാണ് കർഷകർ. മഴയത്തെ നെൽച്ചെടികൾ നിലം പതിച്ചതിനാൽ കൊയ്ത്തിന് സമയവും ഏറെ എടുക്കുന്നു. ഇത് കൊയ്ത്ത് യന്ത്രത്തിന്റെ വാടക കൂടുതൽ നൽകാൻ ഇടയാക്കും. നെല്ല് സംഭരണത്തിലെ കിഴിവുമായി ബന്ധപ്പെട്ടുള്ള തർക്കം വീണ്ടും തലപൊക്കിയിട്ടുണ്ട്. ഖേലോ ഇന്ത്യ പാരാ ഗെയിംസ് നാളെ സമാപിക്കും. മെഡൽ പട്ടികയിൽ ഹരിയാനയാണ് മുന്നിൽ. തമിഴ്നാട് 2ഉം ഉത്തർപ്രദേശ് 3ഉം സ്ഥാനത്തുണ്ട്. കേരളം 11ാം സ്ഥാനത്താണ്. ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ലീഗിൽ ഗോകുലം കേരള എഫ്സി ഇന്ന് കൊൽക്കത്തയിൽ നിന്നുള്ള ശ്രീഭൂമി എഫ്സിയെ നേരിടും. കോഴിക്കോട് കോർപ്പറേഷൻ EMS സ്റ്റേഡിയത്തിൽ പകൽ 3:30-നാണ് കളി. IPL ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും. ഇന്നലെ അഹമ്മദാബാദിൽ നടന്ന മത്സരത്തിൽ പഞ്ചാബ് കിങ്സ് ഗുജറാത്ത് ടൈറ്റൻസിനെ 11 റൺസിന് പരാജയപ്പെടുത്തി. 2026 ഫുട്ബോൾ ലോകകപ്പിലേക്ക് യോഗ്യത നേടി നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന ബ്രസീലിനെ 1-4 ഗോളുകൾക്ക് വീഴ്ത്തിയാണ് അർജന്റീന ലോകകപ്പ് പ്രവേശനം നേടിയത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 209 പോയിന്റ് നഷ്ടത്തിൽ 77,789-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 42 പോയിന്റ് ഇടിഞ്ഞ് 23,626-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവിലയിൽ വർധന. പവന് 80 രൂപ വർദ്ധിച്ച് 65,560 രൂപയും ഗ്രാമിന് 8,195 രൂപയുമാണ് ഇന്നത്തെ വില. സഹകരണ എക്സ്പോ 3ാം പതിപ്പ് അടുത്ത മാസം 21-ന് തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ഒരുമയുടെ പൂരം എന്ന് പേരിട്ടിരിക്കുന്ന എക്സ്പോയിൽ സഹകരണ സംഘങ്ങളുടെ 400-ൽ പരം ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിപണനവും ഉണ്ടാകും. സംസ്ഥാനത്ത് ആശാ വർക്കർമാരുടെ അനിശ്ചിതകാല നിരാഹാര സമരം 7ാം ദിവസത്തിലേക്ക് കടന്നു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് 45 ദിവസമായി ആശാപ്രവർത്തകർ സമരത്തിലാണ്. ഈ വർഷത്തെ ഭരത് മുരളി നാടകോത്സവത്തിന് ലോക നാടക ദിനമായ നാളെ തിരുവനന്തപുരത്ത് തിരശ്ശീല ഉയരും. 5 ദിവസത്തെ നാടകോത്സവം ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്യും. വൈകുന്നേരങ്ങളിൽ 2 നാടകം വീതം ഉണ്ടാകും. പ്രവേശനം സൌജന്യം. 20ാമത് തുരീയം സംഗീതോത്സവം കണ്ണൂർ പയ്യന്നൂരിൽ പുരോഗമിക്കുന്നു. ജൂലൈ 13 വരെ നടക്കുന്ന സംഗീതോത്സവത്തിൽ പ്രസിദ്ധരായ സംഗീതജ്ഞർ പങ്കെടുക്കും. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സുരക്ഷാ ജീവനക്കാരെ മർദ്ദിച്ച കേസിൽ എല്ലാ പ്രതികളെയും കോഴിക്കോട് കോടതി വെറുതെ വിട്ടു. 2022-ലാണ് കേസിനാസ്പദമായ സംഭവം. യുവജന സംഘടനാ പ്രവർത്തകരായിരുന്നു കേസിലെ പ്രതികൾ. കൈക്കൂലി വാങ്ങുന്നതിനിടെ പാലക്കാട് 2 വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ വിജിലൻസ് പിടികൂടി. ഒലവക്കോട് DFO ഓഫീസിലെ സർവേയർ ഫ്രാങ്ക്ലിൻ ജോർജ്, തിരുവാഴിയോട് ഫോറസ്റ്റ് ഓഫീസിലെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ KM സുജിത് എന്നിവരാണ് പിടിയിലായത്. പ്രധാന വാർത്തകൾ വീണ്ടും. പാർലമെന്റിൽ ബജറ്റ് സമ്മേളന നടപടികൾ പുരോഗമിക്കുന്നു. വയനാട് ദുരന്തബാധിതരുടെ വായ്പ എഴുതിത്തള്ളുകയാണ് വേണ്ടതെന്ന് ഹൈക്കോടതി കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു. വയനാട് ദുരന്തബാധിതർക്കുള്ള പുനരധിവാസ ടൌൺഷിപ്പിന്റെ ശിലാസ്ഥാപനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ നിർവഹിക്കും. സംസ്ഥാനത്ത് ഈ വർഷത്തെ SSLC പരീക്ഷകൾ പൂർത്തിയായി. മൂല്യനിർണ്ണയം അടുത്ത മാസം 3 മുതൽ. സംസ്ഥാന യൂത്ത് ഐക്കൺ പുരസ്കാരങ്ങൾ ഇന്ന് വിതരണം ചെയ്യും. IPL ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50-ന്.